ஹே நெஞ்சே என்ன பேசுகிறாய்? ஹே நெஞ்சே എങ്കു വീസുகிறாய்? ജെബിനെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ല മിടുക്കനായൊരു പയ്യനാണ്. പിന്നെ പുള്ളി പെട്ടെന്ന് ആളുകളായിട്ട് സംസാരിച്ച് തുടങ്ങാൻ നേരത്തെ പുള്ളിക്ക് ഇത്രയ്ക്ക് ഒരു പയ്യ സാവധാനമൊക്കെ പയ്യെ സ്ലോ ആണ് ആ കാര്യങ്ങളിൽ. പക്ഷെ എന്നാൽ ആള് ഒന്ന് സംസാരിച്ച് തുടങ്ങി ഇടപെടങ്ങി കഴിഞ്ഞാൽ പുള്ളി വളരെ ആക്റ്റീവ്, വളരെ എനർജറ്റിക് ആയിരിക്കും പുള്ളികൾ. തുടക്കത്തിൽ പലപ്പോഴും പുള്ളിനെ കണ്ടിരുമ്പോൾ പുതിയ അല്പം നാണം കുടുങ്ങി പോലെ അവിടെയൊക്കെ മാറി നിൽക്കുന്ന സ്വഭാവമാണ് പുള്ളി പൊതുവെ കാണിക്കാറ്. എങ്കിൽ തന്നെയെങ്കിലും പുള്ളിക്ക് സാഹചര്യം സംസാരിക്കാൻ പറ്റിയ വേദിയിലും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടിച്ച് പൊളിച്ച് തകർക്കുന്ന സ്വഭാവക്കാരനാണ് പുള്ളിക്കാരൻ. കാത്തിരുന്നായ വീഴാ മഴയായി കാത്തിരുന്നായ വാനിൽ കാത്തിരുന്നായ നീയും പാടുവാ പപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനെ പോലുള്ള ഒരു സഖിയെ അവനു വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ജെബിനെയും ടിഗ്ലിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പെ, ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. മകനെ, അബ്രാഹത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. என்ன பாடுகிறாய்? ஹே நெஞ்சே எங்கு ஓடுகிறாய்? Style, it stands for a while. Heaven can wait, we're only watching the skies. Hoping for the best, but expecting the worst. Are you gonna drop the bomb or not? Let us die young or let us live forever. We don't have the power, but we'll never say never. Sitting in the sandpit, life is a short trip. The music's for the sad man. Forever
അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. എന്റെ സഹോദരനെ ഭാര്യമാരെ നിങ്ങളുടെ
തിരുസഭയുടെ മുമ്പാകെ, മാതാപിതാക്കന്മാരുടെയും ബന്ധുമിത്രങ്ങളുടെയും മുമ്പാകെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നേരുന്നു. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ഈ വിചിത്രവേള ഉപയോഗിക്കും. ഇതൊരു സ്നേഹത്തിന്റെ കൂദാശ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ കൂദാശയെ സ്നേഹത്തിന്റെ കൂദാശ എന്ന് വിളിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, എന്താണ് ഈ കൂദാശയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? മൂന്നാമത്തെ ചോദ്യം, വളരെ സങ്കീർണമായ ഈ കാലഘട്ടത്തിൽ വിവാഹ ജീവിതം ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കുവാൻ ഞാൻ ആരെയാണ് മാതൃകയാക്കേണ്ടത്? 3 ലളിതമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് നിങ്ങൾ കണ്ടെത്തുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് ഇത് സ്നേഹത്തിന്റെ കൂദാശ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്? ഈ പ്രസംഗത്തിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഈ ബൈബിളിൽ കൈവച്ച് സഭയുടെ മുൻപാകെ എടുക്കാൻ പോകുന്ന ഒരു ഉടമ്പടി അല്ലെങ്കിൽ പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയുടെ അന്തസത്ത ഇതാണ്: ഏത് ജീവിതാവസ്ഥയിൽ മരണം വരെ ഒരുമിച്ച് നിന്നുകൊള്ളാമെന്നെടുക്കുന്ന പ്രതിജ്ഞയാണ്. അതുകൊണ്ടാണ് ഇത് സ്നേഹത്തിന്റെ കൂദാശ എന്ന് പറയുന്നത്. അത് ദുഃഖത്തിലായാലും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളായാലും സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളായാലും ഏത് ജീവിതാവസ്ഥയിലും മരണം വരെ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാം. അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ കൂദാശ എന്ന് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, എന്താണ് ഈ കൂദാശയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ളത്? നിങ്ങൾ മാരേജ് പ്രിപ്പറേഷൻ ക്ലാസ്സിൽ കൃത്യമായി പഠിച്ചിട്ടുണ്ടാകും. ഇത് ചോദിച്ചാൽ കുഴപ്പിക്കുന്ന ചോദ്യമാണെന്നുള്ള ഒരു കാര്യമാണെന്ന് ചോദിക്കുന്നില്ല. 2 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ ഉദ്ദേശ ലക്ഷ്യം മരണം വരെ ഈ ഉടമ്പടിയിൽ നിലനിൽപ്പ് പോലെ ഉള്ളതാണ്. രണ്ടാമത്തെ ലക്ഷ്യം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, സഭയ്ക്കും സമൂഹത്തിലും നന്മ ചെയ്യുന്ന മക്കളായിട്ട് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. എളുപ്പത്തിൽ പറഞ്ഞത്. പക്ഷേ ഇതിന് ഒരുപാട് പ്രയത്നങ്ങൾ ആവശ്യമുണ്ട്, ഒരുപാട് ത്യാഗം ആവശ്യമുണ്ട്. ഈ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ കൂദാശ ലക്ഷ്യം. മൂന്നാമത്തെ ചോദ്യം, സങ്കീർണമായ ഈ ലോകത്ത്, പ്രത്യേകിച്ചും കുടുംബ ജീവിതങ്ങളിലൊക്കെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് വിള്ളലുണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ ആരാണ് ഇത് ഭംഗിയായിട്ട് പൂർത്തിയാക്കുവാനായിട്ട് എന്നെ പ്രചോദിപ്പിക്കുന്നത്? ഒരു പക്ഷേ ആരായിരിക്കും? ഞാൻ പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പക്ഷേ 30, 25, 30 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഇതുപോലെ ഓരോ ദേവാലയങ്ങൾ വെച്ച് അവർ വിവാഹങ്ങളുടെ കൂദാശകളുടെ വിവാഹ ജീവിതം ആരംഭിച്ചു. ഇന്ന് അത് പരിപൂർണ്ണതയെത്തുന്ന ഒരു ദിവസമാണ്. അവർക്ക് ദാനമായി ലഭിച്ച തങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ രണ്ടുപേരെ വളർത്തി വലുതാക്കി ഇന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കൈവച്ച് നടത്തുകയാണ്. അവരുടെ വിവാഹത്തിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാക്കി ഇനി നിങ്ങൾ അതിൽ തുടരുകയാണ്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഉടമ്പടി അത് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നോക്കി കണ്ടുപിടിച്ച് അവർ ജീവിച്ചതുപോലെ ജീവിച്ച് അതിനേക്കാൾ മനോഹരമായി ജീവിച്ച് ഈ ദൗത്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരെയും പ്രചോദിപ്പിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കന്മാർ തന്നെയാണ്. ഇന്ന് എടുക്കുന്ന ഈ തീരുമാനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇത് വളരെ ധീരമായ സാക്ഷ്യമാണ്. പൊതു സമൂഹത്തിന് മുൻപിൽ നടന്നൊരു സാക്ഷ്യമാണ്. ഒരു പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് അപ്പുറമായാലും ഇതിന്റെ യഥാർത്ഥ മുഖം മനസ്സിലാവുക. നമ്മുടെ വിശ്വാസം അനുസരിച്ച്, നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് വിവാഹം എന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ നടന്ന ഒരു ഉടമ്പടിയാണ്. ഇവിടെ നടക്കുന്നത് ആ ഉടമ്പടി തന്നെയാണ്, ഒരു സ്ത്രീയും ഒരു പുരുഷനും. പക്ഷെ ഇന്നത്തെ ലോക ദൈവത്തിന് മുന്നിൽ മറ്റു വിവാഹങ്ങളുണ്ട്. ഒരു പുരുഷന് വേണമെങ്കിൽ ഒരു പുരുഷനെ വിവാഹം ചെയ്യും, ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ വേണമെങ്കിൽ വിവാഹം ചെയ്യും. രണ്ടുപേർക്കും ഉടമ്പടിയില്ലാതെ ഒരുമിച്ച് ജീവിക്കാം. വിവാഹം ചെയ്തതിനു ശേഷം മക്കൾ വേണ്ട എന്ന് തീരുമാനിച്ച് കുട്ടികളെ ദത്തെടുത്ത് വളർത്താം. ഒരുപക്ഷെ മക്കൾ വേണ്ട എന്ന് തന്നെ തീരുമാനിച്ച് അവർ വിവാഹ ജീവിതത്തിലൂടെ കടന്നു പോകും. ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ വളരെ ധീരമായ ഒരു സാക്ഷ്യമാണ്
ഒരുപക്ഷെ ഈ വാക്കുകളുടെ അർത്ഥം പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പലപ്പോഴും നമ്മൾ പറയും, എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഇത്രയും വിഷമങ്ങളെ എന്തുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ കുടുംബജീവിതം പരിപൂർണ്ണതയിലേക്ക് എത്തുക. ഇന്ന് തീർച്ചയായും കുടുംബജീവിതത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതൊരു ലൈഫ് സൈക്കിൾ, ഫാമിലി ലൈഫ് സൈക്കിളിലൂടെ ആരംഭിക്കുകയാണ്. കുടുംബജീവിതത്തിന്റെ സൈക്കിൾ ആരംഭിക്കുന്നത് കുടുംബ വിവാഹത്തിലൂടെയാണ്. ഇന്ന് നിങ്ങളുടെ റോൾ ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾ തിരിച്ചറിയുന്നതെന്നറിയില്ല. ഈ നിമിഷം വരെ നിങ്ങൾ ബാച്ചിലേഴ്സ് ആണല്ലേ, യുവതിയും യുവാവുമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ല. മാതാപിതാക്കളാണ് പറയുന്നത് കേൾക്കുക, അവരോട് ബന്ധങ്ങൾ അവിടെ ജീവിക്കുന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു പുതിയ റോൾ ആരംഭിക്കുകയാണ്. ആ റോൾ തിരിച്ചറിയുന്നതനുസരിച്ച് നിങ്ങളുടെ റോൾ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതൊരു പരാജയത്തിലേക്ക് പോകും. ഇന്ന് നിങ്ങൾ ദമ്പതികളാണ്, ഭാര്യയും ഭർത്താവുമാവുകയാണ്. ഭാര്യയും ഭർത്താവുമാകുമ്പോൾ കുടുംബത്തിലുള്ള റോളുകൾ മാറി ഉത്തരവാദിത്തങ്ങളുടെ സമയമായി. നിങ്ങൾക്ക് ആദ്യം കുട്ടി ജനിക്കുമ്പോൾ നിങ്ങളുടെ വീണ്ടും റോൾ ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു അപ്പനും അമ്മയും ആവുകയാണ്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച്, മാറുന്ന സൈക്കിളിനനുസരിച്ച് റോളുകൾ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരുപാട് ഓർഡറുകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ ദിവസം പഠിക്കുവാനായിട്ട് ആരംഭിക്കണം. ഒന്ന്, സെൽഫ് അവയർനെസ്. നമ്മൾ എപ്പോഴും പറയുന്ന വളരെ ലളിതമായ വാക്കാണ് സ്വയം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് അതിനെ വ്യാഖ്യാനം ചെയ്യുന്നത് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു റീഡ് ഇമോഷൻസ് എന്നുള്ളതാണ്. എന്റെ ഇമോഷൻസിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തരും അവരവരുടെ ഇമോഷൻസ്, ഞാൻ എപ്പോഴാണ് ദേഷ്യപ്പെട്ടത്, എപ്പോഴാണ് നിരാശനാണ്, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് എപ്പോഴാണ് ദേഷ്യപ്പെട്ടത്, ഇത് തിരിച്ചറിയുവാനായിട്ട് ഇമോഷൻസിനെ വായിച്ചറിയുവാൻ, തിരിച്ചറിയുവാൻ സാധിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ സെൽഫ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി ടു കൺട്രോൾ യുവർ ഇമോഷൻസ്. തിരിച്ചറിഞ്ഞ ഇമോഷൻസിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ സ്വയം നിയന്ത്രണ വിധേയമാക്കാനായിട്ട് കഴിയുക. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട മാനേജ്മെന്റ് സ്കിൽസ് ആണ്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിന് ആവശ്യമുള്ള സ്കില്ലാണ്. ഇത് രണ്ടുപേരും തിരിച്ചറിയുകയും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ആരംഭിക്കുന്ന കുടുംബജീവിതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ചോദ്യങ്ങൾ കൂടുതൽ ഗൗരവത്തിൽ ചിന്തിക്കുവാൻ, വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എന്തുകൊണ്ടാണ് ഇത് സ്നേഹത്തിന്റെ കൂടാശ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്, എന്താണ് ഈ വിവാഹ ജീവിതത്തിന്റെ ഉദ്ദേശലക്ഷ്യം? ആരെയാണ് ഈ സങ്കീർണമായ കാലഘട്ടത്തിൽ കുടുംബജീവിതം വിജയകരമായി പൂർത്തിയാക്കുവാൻ ഞാൻ മാതൃകയാക്കുന്നത്? തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും എല്ലാ വിശുദ്ധരുടെയും അനുഗ്രഹങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Amen.
അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി പിങ്കുവിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു. പിങ്കുവിൻ മിശിഹായുടെ നിയമസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജബിനെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങളുടെ വിവാഹം നടപടിക്ക് സാക്ഷിയാണ്. സ്നേഹത്തോടും മനസ്സഞ്ചാരത്തോടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. ും
നാൾ വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും വിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിന്നുള്ള സംതൃപ്തരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായെപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങൾക്ക് ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശ്വസിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ
தோன்றுதே யார்கிட்டையும் சொல்லாமலே எதிர்பார்த்தது வேறு ஏதாவது. I feel numb and cold inside. I can't breathe any longer, but I'll be there by your side. Know we're in this together. Stay with me, that's all I need. Lay aside your fear, break free. Just hold my hand, we'll see the end. Embrace ourselves, break free. കൺമുന്നിലെ പാരാമലെ നെഞ്ചിനിലെ ഭയം തോன்றுதே யார்கிட்டையும் சொல்லாமலே எதிர்பார்த்தது வேறு ஏதாவது. I'm holding on to see you strong. It's all that I desire. And in my heart I fantasize. We raise our wings like fire. Stay with me, that's all I need. Lay aside your fear, break free. Just hold my hand, we'll see the end. Embrace ourselves, break free. Stay with me, that's all I need. Lay aside your fear, break free. Something like a feeling.
so much for the beautiful performance. So beginning with a very handsome groom right here, Mr. Jebin Christopher Thalian, who works as a senior IT specialist at Toyota Gazoo in Canada. So നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ ഈ ഒരു ഹാൻസം ഗ്രൂമിന് നല്ലൊരു ക്ലാപ്സ് കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ആൻഡ് ജെബിൻ, ഓൾ ഗുഡ്? സോ എനിക്ക് തോന്നുന്നു ജെബിനെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മുടെ ഫാമിലിയിലേക്കും നമ്മുടെ നാട്ടിലേക്കും ഒക്കെ പുതിയതായി എത്തിയിരിക്കുന്ന ഈ കുട്ടി ആരാണെന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. സോ ദിസ് ബ്യൂട്ടിഫുൾ ലേഡി റൈറ്റ് ഹിയർ ഇസ് ടിഗ്ലിൻ ജോർജ് പോൾ, hailing from Parayil Plasheri House, and she completed her MBA and right now ബ്രാൻഡിങ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മഴവിൽ മനോരമയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ഉഷാറ് കൈയ്യടി നൽകിക്കൊണ്ട് ടിഗ്ലിനെ നമ്മുടെ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യാം അല്ലേ? വോം വെൽക്കം ടു യു ടിഗ്ലിൻ. സോ എനിക്കറിയാം നിങ്ങൾ ഒരു ടൈപ്പ് ഓഫ് സ്പീച്ചിനും പ്രിപ്പയർഡ് അല്ല എന്നറിയാം. പക്ഷേ എന്നിരുന്നാലും ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യൂ. ഞാനൊരു വെൽക്കം പറയുന്നതിലും എപ്പോഴും നല്ലത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പറയുമ്പോഴായിരിക്കും. കാരണം നിങ്ങളുടെ ക്ലോസ് ഫാമിലിയാണ്, ഫ്രണ്ട്സാണ്. സോ ഒരു ഇൻഫോർമൽ വെൽക്കം. ഹായ് ഓൾ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നല്ല ചൂടാണെന്നറിയാം, എന്നാലും തൃശ്ശൂരിൽ നിന്ന് വന്ന എല്ലാവർക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവർക്കും നന്ദി. ഹലോ, താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ് ഹിയർ. ഇത് പറഞ്ഞ പോലെ ലോട്ട് ഓഫ് പ്ലാനിങ്, ലോട്ട് ഓഫ് എഫേർട്സ്, എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു എഫേർട്ടും പ്രാർത്ഥനയും എല്ലാം കൊണ്ടാണ് ഇത് ഇത്രയും നല്ല മനോഹരമായിട്ട് നടന്നത്. സോ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദി. താങ്ക് യു. ദ ബിഗ് തിങ് ഇസ് ദാറ്റ് ഇവരൊട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇത്രയും ഒരു വോം വെൽക്കം തന്നതിന് താങ്ക് യു സോ മച്ച്. Well, so now I have a big announcement to make and I hope everyone is ready to hear that. Ready ano? Ellarum. So, for the very first time, let me introduce to you all Jebin and Tiglin, officially as husband and wife. So ladies and gentlemen, please put your hands together for Mr. and Mrs. Jebin, everyone. Congratulations once again. സോ നൗ വി നോ ഇത്രയും ഭംഗിയായിട്ട് ഒരു ഇവൻറ്റ് ഇവിടെ നടക്കുന്നതിൻ്റെ ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരോട് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്താൽ മാത്രമേ സംഗതി കളർഫുൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റ് മീ ബിഗിൻ വിത്ത് ജെബിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഫസ്റ്റ്. ജെബിൻ്റെ ഫാദർ മിസ്റ്റർ ക്രിസ്റ്റഫർ വർഗസ്, അദ്ദേഹം ഒരുപാട് റോൾസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ, ഇപ്പോൾ റിട്ടയർഡ് ആണ്. അമ്മ മിസ്സസ് ജെസി ക്രിസ്റ്റഫർ, ഒരു സ്വീറ്റ് ഹോം മേക്കറാണ്. അങ്കിൾ ആൻഡ് ആൻറ്റി, കുഡ് യു പ്ലീസ് ജോയിൻ ഓൺ സ്റ്റേജ് ഓൾസോ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗെദർ ഫോർ ജെബിൻ്റെ അപ്പ ആൻഡ് അമ്മ. കൈയടിക്കൊന്നും ഒരു ഉഷാറ് പോരാന്ന് തോന്നുന്നു, കുറച്ചും കൂടി. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ടുപേരെ കൂടി പരിചയപ്പെടാനായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ജെബിൻ്റെ ബ്രദർ മിസ്റ്റർ ബിബിൻ ക്രിസ്റ്റഫർ, ആൻഡ് കാനഡയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. ആൻഡ് ഹി വർക്ക്സ് ആസ് എ സൂപ്പർവൈസർ ഇൻ എ കനേഡിയൻ കമ്പനി. ആൻഡ് ഹി ഈസ് മാരീഡ് ടു മിസസ് അഞ്ചു മരിയ മാത്യു, ആൻഡ് ഷീ വർക്ക്സ് ആസ് എ വെബ് ഡിസൈനർ ആൻഡ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഇൻ എ കനേഡിയൻ കമ്പനി കോൾഡ് Maple Life. So Chetan and Chichi, requesting you to kindly join with us on stage also, ladies and gentlemen. Please put your hands together, everyone. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടില്ല. സോ എനിവേസ്, ഐ തിങ്ക് ദേ ആർ വാച്ചിങ് അസ് ലൈവ് അല്ലേ? അപ്പോൾ ഒരു ബിഗ് ഹായ് പറഞ്ഞാലോ? എ ബിഗ് ഹായ് ടു ചേച്ചി ആൻഡ് ചേട്ടൻ, ആൻഡ് വി മിസ് യു സോ മച്ച് ഹിയർ. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, നൗ മൂവിങ് ഓൺ ടു ദിസ് സൈഡ്. കുട്ടി, ടെൻഷൻ ഉണ്ടോ? ഇല്ല, കൂളാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇവിടെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഇവൻറ്റിൻ്റെ ചീഫ് ഗസ്റ്റിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ദാറ്റ്സ് ഡെഫിനറ്റ്ലി ടിഗ്ലിൻ്റെ ഫാമിലി മെമ്പേഴ്സ്. So let me begin with her parents first. Tiglinde father, Mr. George Paul, and an entrepreneur ആണ്, Plasheri Enterprises. Amma, Mrs. Tara George Paul, auntie family business ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു. So uncle and auntie, could you please join with us on stage also, ladies and gentlemen? കൈയടി. അങ്കിൾ ആൻഡ് ആൻറ്റിക്ക് ഇവിടെ ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഗ്രേറ്റ്. സോ നൗ
എനിക്ക് തോന്നുന്നു ടിഗ്ലിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹാപ്പി അടുത്ത ആൾക്കാരെ വിളിക്കാൻ ഡെഫിനറ്റ്ലി ജെബിൻ തന്നെയായിരിക്കും. കാരണം നമ്മൾ മലയാളത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു അളിയനെ കിട്ടിയിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് അളിയനെ പരിചയപ്പെടാം. ആൻഡ് ദാറ്റ് ഈസ് ടിഗ്ലിൻ്റെ ബ്രദർ ഗോഡ്സ്റ്റൺ ജോർജ് പോൾ. ഹി വർക്ക്സ് ഫോർ ആപ്പിൾ ഇൻ അയർലൻഡ്. അദ്ദേഹം ഒരു എൻജിനീയറാണ്. And he is married to Juthara Michael. She works for Open Text in Ireland. Engineer തന്നെയാണ്. So unfortunately ചേച്ചിക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. So ചേട്ടൻ പ്ലീസ് ജോയിൻ വിത്ത് us. നല്ലൊരു കൈയടിയാവാം. So this cute couple is expecting for a new member. അതുകൊണ്ടാണ് ചേച്ചിക്ക് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത്. അളിയൻ്റെയും മുഖത്തൊരു പ്രത്യേക സന്തോഷം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്താണേലും ഈ ഹാപ്പിനെസ് ഇതുപോലെ ലൈഫ് ലോങ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയുടെ കൂടെ ഉണ്ടാവട്ടെ. ക്വിക്കായിട്ടൊരു ഫാമിലി ഫോട്ടോ ആവാം. അതിനുശേഷം വി വിൽ ബിഗിൻ വിത്ത് ദ ട്രഡീഷണൽ സെറമണീസ് ഓൺ സ്റ്റേജ്. Like a firefly, open the night, alive and bright, chasing old shadows. Grow shorter as I lie free, passing streetlights and starry moonlights, and I fly free. The days grow longer and nights grow shorter as I lie free, passing streetlights and starry moonlights, and I fly free. Hey, hey, I feel no sorrow. चले निकले गुच्छे की तरह. There I see. One more ceremony to go, and that's a wine toasting ceremony. ഇവിടെ ഞാൻ നോക്കിയിട്ട് ഒരു ബെസ്റ്റ് മെല്ലിനെ മാത്രമേ എനിക്ക് സ്റ്റേജിൽ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. And that's your അളിയൻ ഗോഡ്സ്റ്റൺ ചേട്ടൻ. എനിക്കറിയാം താങ്കളും ഇതിൽ പ്രിപ്പയർഡ് അല്ലെന്നറിയാം. പക്ഷെ ഒരു ചെറിയ ബെസ്റ്റ് സ്പീച്ച് ഇവിടെ കൊടുത്തേ പറ്റുള്ളൂ. സോ ഫോർ യുവർ സിസ്റ്റർ ആൻഡ് ബ്രദർ ഇൻ ലോ. ഞാൻ ഇതിന് ഒട്ടും പ്രിപ്പയർഡ് അല്ല, ബട്ട് സോ ഹാപ്പി ഫോർ ദ ഡേ. ചിലപ്പോൾ കരയും. ചിങ്കു എൻ്റെ ഒപ്പം ഇതുവരെ തല്ലു പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഇവളുടെ അത്ര പ്രിയപ്പെട്ട പോലെ തന്നെയാണ് ജെബിനും. I'm so lucky to have them both. Let's toast for Jebin and Teglin. And that's such a beautiful part of today's event. Well, so now both of you. Oh, really sweet. Come on guys, loud round of applause for this beautiful bond. Kai edikan endina pishikku. Come on, loud round of applause for this beautiful couple right here. And both of you say cheers. Cheers to your brand new beginning. Cross your hands. And there you go. Once again, all the best and congratulations to both of you. Loud and loud, please. Like a firefly, open the night, alive and bright, chasing all shadows. പറഞ്ഞത് നേരാണ്. ഞാൻ ജീവിതത്തിൽ എത്രയോ പെണ്ണുങ്ങളെ കണ്ടേക്കുന്നു. എനിക്കങ്ങനെ സ്പാർക്ക് വന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ വരട്ടെ. അതിനു മുമ്പേ ഞാൻ ആരെങ്കിലൊക്കെ പോയി കിട്ടിയിട്ട് ഇപ്പൊ എന്തിനാണ്? അത് മഴക്കാലത്തെ കറണ്ട് പോലെയാണ്. വരുമ്പോ വരട്ടെ. അപ്പൊ ഈ വരുന്ന പെണ്ണിന് സ്പാർക്ക് ഉണ്ടാന്ന് എങ്ങനെ അറിയും? എടാ, അവള് വരുമ്പോ ചില തമിഴ് സിനിമയിലെ നായകന്മാര് വരുന്ന പോലെ ഇരിക്കും. ഇളയരാജയും എ ആർ റഹ്മാനും
ചേർന്ന് അവൾക്ക് വേണ്ടി സംഗീതം ഒരുക്കും. വയലാറും ശ്രീകുമാരൻ തമ്പി ഒരുമിച്ചിരുന്ന് വരികൾ എഴുതും. ശ്രേയോഷയിൽ ഞാനും ചേർന്ന പാട്ട് പാടും. ഈ പറഞ്ഞ സ്പാർക്കുള്ള പെണ്ണിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. മുട്ടുവിൻ തുറക്കപ്പെടും, തോണ്ടുവിൻ പിടിക്കപ്പെടുന്നല്ലേ, നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. മോനെ പൈസി കിസ്മത്ത് എന്നൊന്നുണ്ട് മോനെ. നിന്റെ ഹുറി നിന്നെ തേടി വന്നിരിക്കും. ചിലപ്പോ നാളെ തന്നെ. പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചില് ലഡ്ഡു പൊട്ടി, നല്ല ബോംബ് പൊട്ടണ പോലെയുള്ളില് ലഡ്ഡു പൊട്ടി. പതിവ് പോലെ എന്റെ ഹൃദയത്തിൻ താളം തെറ്റി, പിന്നെയൊന്നും നോക്കിയില്ല ഞാൻ ഇവളെ കെട്ടി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. You said no, no, no. I said no, 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 no. You say take me home. I said no, Perignon. You said no, no, no. I said no, 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 no. No, 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 no. दिखा दूं तुझे मेरा वाला डांस, यह मेरा वाला डांस, तो नाचू। यह मेरा वाला डांस, तो नाचू। നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുമില്ല, ഇരുട്ടിൽ സിറ്റി വാടും രാജാവുക്ക് എല്ലാരും സുള്ള, ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്, കാലം എടുത്തു വച്ച സ്വർഗം പോലും മണ്ണർപ്പേട്.
முடிச்சு பையன் வந்தாச்சு பூவை தொடுத்து சேல மடிச்சு பொண்ணு வந்தாச்சு கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத சாரே சாரு யாரு கால பிரபு தோய் அள்ளி அள்ளி குடுக்கோ கால பிரபு தோய் சாரே சாரு யாரு கால பிரபு தோய் அள்ளி அள்ளி குடுக்கோ கால பிரபு தோய் ராக்கு வெத்தல மாத்தி முடிச்சு பையன் வந்தாச்சு பூவை தொடுத்து சேல மடிச்சு பொண்ணு வந்தாச்சு Majapa, Majapa. Da. Hey, India, Vara. Bati coming. Okay. Okay.
ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനാ പറന്നെത്തി ഞാൻ. അലരേ നീ എന്നിലെ ഒളിയായി മാറിയിടുമോ പിരിയാതെ നിന്നുവേ ജീവനേ ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും നിന്നുമേ ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ രാവേറെയായി ഇതളോരമായി താ ചേരുന്നു ഞാനോ തനിയേ പൂന്തേനുറങ്ങുന്ന പൂവിനുള്ളിലിതാ പൂക്കുന്നു മോഹം പതിയേ വിരിയുമിനിയാവോളം നിന്നിൽ ചേരുമീ നേരം ജന്മം ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനായി പറന്നെത്തി ഞാൻ. അലരേ നീ എന്നിലെ ഒളിയായി മാറിയിടുമോ
tonight. I'll follow you into the moonlight. Fear that makes me strong, I believe. To last the endless storm, and then to live to see the sunlight. Persistence to prevail, I believe. No turning back, ain't no regrets in this lifetime. Chase the fire along, I believe. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കുമായി പുറപ്പെട്ട 10 കന്യകകൾക്ക് സദൃശ്യമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണയെടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാവരും ഉണർന്നെണീറ്റ് വിളക്കുകളൊരുക്കി. ഒരുങ്ങി നിന്നവർ അദ്ദേഹത്തോടൊപ്പം മാംഗല്യാഘോഷങ്ങൾക്കായി അകത്തു പ്രവേശിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, വിവാഹമെന്ന കൂദാശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഞങ്ങളിൽ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാൻ പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളെ ജീവിതത്തിൽ അങ്ങയെ കണ്ടായിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും ആമേൻ. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടിവന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ച് ഒരുവനെ പോലും അങ്ങ് ഉപേക്ഷിതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയെ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപാദത്തങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാതിക്കത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ. ആമേൻ. The fall back time, I believe. Walking on to see the lights turn on, to win the time of dawn, I believe. Follow you into the moonlight. Fear that makes me strong, I believe.